1848 ഫെബ്രുവരി 21 ലോക ചരിത്രത്തെ ആകമാനം ഇളക്കിമറിച്ച ആ രാഷ്ട്രീയ ലഘുലേഖ വിളംബരം ചെയ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്നറിയപ്പെട്ട ജർമ്മനിയിലെ ഒരു സംഘം വിപ്ലവകാരികളുമായിരുന്നു ആ സ്വപ്നത്തിന്റെ പതാകവാഹകർ. 1871 മാർച്ച് 18 പാരീസിലെ തൊഴിലാളി വർഗം അഡോൾഫ് തിയേഴ്സിന്റെ ഭരണത്തെ കടപുഴക്കി ഭരണ ആസ്ഥാനത്ത് ചെങ്കൊടി നാട്ടി. ചരിത്രപ്രസിദ്ധമായ പാരീസ് കമ്മ്യൂൺ, ആദ്യത്തെ തൊഴിലാളി വർഗ ഭരണകൂടത്തിന്റെ കാഹളം. ഫ്രാൻസും പ്രഷ്യയും ചേർന്ന് പാരീസ് കമ്മ്യൂണിനെ ചോരയിൽ മുക്കിക്കൊന്നെങ്കിലും 1917 ഒക്ടോബർ വിപ്ലവത്തിലൂടെ ആ ചരിത്രം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് 3.5 പതിറ്റാണ്ടേ വേണ്ടി വന്നുള്ളൂ ലോകത്തെ പകുതിയോളം ജനസംഖ്യയും കമ്മ്യൂണിസ്റ്റ് കൊടിക്കീഴിൽ അണിനിരക്കാൻ. 1917 റഷ്യൻ വിപ്ലവം ഇന്ത്യൻ വിപ്ലവകാരികളെയും ആവേശം കൊള്ളിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാനിറങ്ങിയ ചില ഇന്ത്യൻ വിപ്ലവകാരികളും തങ്ങളുടെ ആയുധങ്ങളും ആശയങ്ങളും കൂർപ്പിക്കാൻ അക്കാലത്ത് സോവിയറ്റ് യൂണിയനിലേക്ക് കുടിയേറി. 1920 ഒക്ടോബർ 17 സോവിയറ്റ് യൂണിയനിലെ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ ടാഷ്കെൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജന്മം കൊണ്ടു. യമൻ റോയ്, എവലിൻ ട്രെൻഡോയ്, അബനി മുഖർജി, റോസ ഫിറ്റിൻ ഗോവ്, മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ്, MPBT ആചാര്യ എന്നിവർ അംഗങ്ങളായി 7 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. സഖാവ് മുഹമ്മദ് ഷഫീഖ് സെക്രട്ടറിയായി. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ചേർന്ന വിപ്ലവ പരിപാടി തയ്യാറാക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. അവിടെ തുടങ്ങുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ യാത്രകൾ. 1925 ഡിസംബർ 26 കാൺപൂരിൽ വെച്ചാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് സംഘങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. SV ഖാട്ടയുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം. 1927 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര എക്സിക്യൂട്ടീവ് പുനഃസംഘടിപ്പിച്ചപ്പോൾ SV ഖാട്ടെ ജനറൽ സെക്രട്ടറിയായി. 1943 മെയ് 28 മുംബൈയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പാർട്ടി കോൺഗ്രസ് സഖാവ് PC ജോഷിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അജയ് ഘോഷ്, BT രണദിവെ, C രാജേശ്വര റാവു, P സുന്ദരയ്യ, EMS, ഹർകിഷൻ സിംഗ് സുർജിത്, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, MA ബേബി പിന്നീട് ഓരോ ചരിത്രഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം ആളിക്കത്തുന്ന കാലം. മറ്റേതെങ്കിലും പാർട്ടിയോ സംഘടനകളോ ആവശ്യപ്പെടുന്നതിന് മുമ്പേ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഗാന്ധിജി പോലും അപ്രായോഗികമാണെന്ന് പറഞ്ഞ് തള്ളിയതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം. 1924 വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്